അപ്പോൾ ഗായ്സ് സ്കൈ ബ്ലോക്ക് അല്ല വൺ ബ്ലോക്ക് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ ഇന്ന് ഞാനൊരു ചെറിയൊരു പ്ലാൻ ഇട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു ട്രീ ഫാമൊക്കെ സെറ്റ് ആക്കണമല്ലോ. ഇവിടെ മരമൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ മരം സെറ്റാക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു മോൺസ്റ്റർ സ്പോണർ കിട്ടിയിരുന്നു. ആ ഒരു സ്പോണറും ഒരു സ്കെൽട്ടൻ എഗ്ഗും അത് വെച്ചിട്ട് നമ്മളൊരു XP ഫാം ഉണ്ടാക്കാൻ പോകും. പിന്നെ ബോൺ ഇഷ്ടം പോലെ കിട്ടും. അത് വെച്ച് നമുക്ക് ട്രീ ഫാമും സെറ്റാക്കാമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്ലോക്ക് കുറച്ചെടുക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേ വാർഡനൊക്കെ വന്നിരുന്നു. ഞാൻ പിന്നെ ഈ ബ്ലോക്ക് നമുക്ക് മെയിൻ ചെയ്തിട്ടില്ല. ഇത് പൊട്ടിച്ചാലാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് എപ്പോഴേലും പൊട്ടിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. നമ്മുടെ സാധനങ്ങൾ എടുക്കാം. പിന്നെ ഇത് കുറച്ച് ബ്ലോക്ക് ആവശ്യം വരും. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് എടുക്കാം. ഇനി നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ഈ ബിൽഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് ചെയ്യാം. ഈ ഭാഗത്തേക്ക് നമുക്ക് 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് സ്ലാബ് വെച്ച് പോവാം. നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് മതിയാവും. പിന്നെ നമുക്ക് അത് പൊട്ടിച്ച് കളയാനൊന്നും പറ്റൂല. സിൽക്ക് ടച്ച് ഉണ്ടെങ്കിലും ആ സാധനം കിട്ടൂല. അതൊരു ചൊറയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫാമിനെ പൊട്ടിച്ച് കളയണമെങ്കിൽ തന്നെ എന്തായാലും ഇവിടുന്ന് ഒരു 15 ബ്ലോക്ക് മേലേക്ക് പോവാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഒരു 1 2 3 4 ഏകദേശം ഇപ്പോൾ നമ്മുടെ ഞാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ ചിലപ്പോൾ കുഴി വരിക, കുഴി നമ്മുടെ മോബൊക്കെ ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 1 2 3 ഇതുമേക്കര സ്പോണർ വെക്കേണ്ടി വരാം. ഇങ്ങനെയാണ് ഞാനേ ഇത് ഒന്നുകൂടി നീട്ടാം. അങ്ങോട്ടൊരു 3 എണ്ണൊക്കെ ഇപ്പോൾ ഒരു തൽക്കാലത്തിന് ഞാനൊരു ഇത് സെറ്റാക്കട്ടെ, എന്നിട്ട് കണക്കെടുക്കാം. ഇതിൽ കുറച്ച് ഈ ഒരു ബ്ലോക്കൊക്കെ ഒക്കെ ഗതികേടാണ്. എടാ ബ്ലോക്ക് മാറിപ്പോയി. മിസ് ബ്ലോക്കൊക്കെ എന്തായാലും മിസ് ബ്ലോക്ക്. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോന് ശേഷം പിന്നെ ഓഫ് ക്യാമറയിൽ കുത്തുന്ന ഗ്രൈൻഡൊന്നും ചെയ്തിട്ടില്ല. നേരെ നമുക്ക് ഈ ഒരു ഫാമിൻ്റെ വർക്കിലോട്ട് വന്നിക്കണേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഗ്രൈൻഡൊക്കെ ചെയ്തിട്ടാണ് വരിക. ശരി, ഞാൻ അതിന് മുന്നേ ഗ്രൈൻഡ് ചെയ്തേന്. കഴിഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ സാധനങ്ങളൊക്കെ ഞാൻ പെട്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടറിയാം. അതേപടി ഈ സാധനമൊക്കെ ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി അപ്പം തന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഇനി നമുക്ക് എന്തെങ്കിലും അടുത്ത ഫാം ഉണ്ടാക്കാൻ ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചാലോ. എന്തായാലും നമുക്ക് സേഫ്റ്റിക്ക് ഒരു ബട്ടർ ബക്കറ്റ് ഇവിടെ വേണ്ട. 1 2 3 ഇവിടെ ആയിരിക്കും നമ്മളെ ഇത് വരിക. 1 2 3 1 2 3 ഇങ്ങോട്ട് 2 എണ്ണം ഏറെ എടുത്തു എന്നൊരു സംശയം. ഇല്ല അങ്ങോട്ട് കറക്റ്റ് ആയിക്കരം. 1 2 3 കറക്റ്റാണ്. ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പ്രശ്നം. ഇവിടുന്ന് ഓക്കെ, ഒരൊറ്റ ബ്ലോക്കും കൂടി വെക്കാണ്ട്. ഇപ്പം കറക്റ്റ് ആയിക്കരം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ ഇതായിരിക്കും. സെൻറ്റർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ബ്ലോക്ക് വെക്കുക. മൂന്നാമത്തെ ഈ ഒരു ബ്ലോക്കിലേക്ക് നമ്മളെ സ്പോണർ വരിക. ഇനി നമുക്കിതിനെ ചുറ്റോറൊന്ന് ബിൽഡ് സെറ്റാക്കി എടുക്കാം. ഒരു മതിൽ സെറ്റാക്കണം.
മതിൽ സെറ്റാക്കി എടുക്കാം. എടാ അത് കുറച്ച് ഗതികേടാണ്. ബ്ലോക്ക് ഈ മൗസ് കണക്റ്റാക്കി മൗസൊക്കെ ഉണ്ട് ഞങ്ങൾ ചറപറ ബ്ലോക്ക് വെച്ച് പോയത്. ഈ മൗസ് ഇല്ലാഞ്ഞിട്ടാണ് പണ്ടാക്കി നമുക്കിത് ചെയ്യാനും ഗതികേട്. എന്നാലും നമുക്ക് സാവധാനം കളിച്ചാൽ മതി. ഈ കീബോർഡ് ഓൺലി ആണല്ലോ, അപ്പോൾ അതാണ്. എൻ്റെ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചേക്കാണ്. അയ്യമെന്നെങ്ങാനും ഒരു എൻ്റെ വിരൽ പോയാൽ താഴെ പോയി ചത്തു പോകും നമ്മൾ. എന്തായാലും അത് കുഴപ്പമില്ല. എന്തായാലും മേലക്ക് നമ്മൾ മതിൽ കൂട്ടാല തന്നെയാണ്. എന്നാലും ഇപ്പോൾ കുറച്ച് വേസ്റ്റാണ്. എന്നാലും അവിടെ കടന്നോട്ടെ. ഇനി ഒരു ബ്ലോക്ക് ഇത് ഇവിടെ വെക്കണം. ഒരു ബ്ലോക്ക് ഇവിടെ വെച്ച് ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിക്കണം. അതിപ്പോൾ വേണ്ട. എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങൾ ഫുള്ള് സെറ്റാക്കി കൊടുന്നതിന് ശേഷം അത് റെഡിയാക്കാം. അതേക്കെ നല്ലത്. അല്ല ഇപ്പം തന്നെ ഞാൻ ഒലിച്ചു പോകും വെള്ളത്തിൽ. ഇവിടെ താഴേക്ക് എയിം കിട്ടണില്ല. താഴേക്ക് എന്താ ഇവിടെ ബ്ലോക്ക് കഴിഞ്ഞു. ഫുൾ ബ്ലോക്കും കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 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 എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഇവിടെ മൈക്കൊന്നുമില്ല നമ്മൾ ഈ ഒരു പിന്നെ എൻ്റെ സൗണ്ട് എൻ്റെ ഈ ഒരു ഫോണിൽ അത്ര സൗണ്ടൊന്നും പിടിക്കണില്ല എന്നാണ് തോന്നണത്. എടാ മോബ് സ്പോണായടാ. എൻ്റെ വില്ലേജേഴ്സിനെ അവന്മാർ തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയവന്മാരാണ്. അവരെ വെച്ചൊരു ഫാം വരെ സെറ്റാക്കാലോ എന്ന് വിചാരിച്ചിരിക്കുക. ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച ഫുൾ ബ്ലോക്കും തീർന്നു പോയിന്ന്. എന്തായാലും ഇതിൻ്റെ ഏകദേശം സെൻറ്റർ എവിടെ നമുക്ക് പൊട്ടിച്ചു പോകേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പൊട്ടിച്ചു പോകേണ്ടത്. അപ്പോൾ ഇനി ഇതിനെ ചുറ്റോറും മതിൽ സെറ്റാക്കാം. ഒരു 4 നമുക്ക് കൂട്ടാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ മതിൽ ഇനി സെറ്റാക്കി എടുക്കാം. ചുറ്റിച്ചും മതിൽ വെക്കാം. ഈ ഒരു ഭാഗം കുറച്ച് സെറ്റായി. എന്തായാലും ഇനി ഇതിലേറെ വേണം മതിൽ. എന്നാലും നമ്മളിവിടെ ഒരു അതെന്തായാലും ആവശ്യം വരും. അവിടെ കടന്നോട്ടെ. ജമ്പ് നമുക്ക് കിടക്കണമായിരുന്നു. നൈറ്റായി. ഈ അടിച്ച് ഷിഫ്റ്റ് അടിച്ചണം. എപ്പോഴാണ് താഴെ പോവാ പറയാൻ പറ്റില്ല. എനിക്കെന്നെ തന്നെ ഒരു വിശ്വാസമല്ല. ഇത്തിരി സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇനി നമ്മൾ ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിക്കണം. ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിക്കണം. ഇപ്പം കറക്റ്റ് ഈ ഒരു ബ്ലോക്കിൽ വന്ന് നിൽക്കും. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം, അല്ലെങ്കിൽ ഞാൻ താഴെ പോവും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത്തിരി സെറ്റാക്കി. ഇനി അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പോണർ ഇതുമ്പോൾ കൊടുന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ കില്ലിങ് ചേമ്പറൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വർക്ക് നോക്കാം നമുക്ക്. കില്ലിങ് ചേമ്പർ ഇപ്പം തന്നെ ഉണ്ടാക്കിയേക്കാം. എടാ അവന്മാർ ഇങ്ങോട്ട് എയിം ചെയ്യുമെന്ന് അറിയില്ല. എന്നാൽ നമുക്കൊരു പണി കിട്ടും. എന്തായാലും ഇവിടെ നമുക്കൊരു കില്ലിങ് ചേമ്പർ ഉണ്ടാക്കാം. 1 2. എൻ്റെ ബ്ലോക്ക് പ്രത്യേകിച്ച് നമ്മളെ കയ്യിൽ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട്. ട്രാപ്പ് ഡോർ കുറച്ച് റെയറാണ്, അല്ലാത്ത വലിയ റെയറൊന്നുമല്ല. മരിഞ്ഞ് എങ്ങിയൊന്നും അറിയില്ല.
അപ്പോൾ ഇനി താഴേക്കൊന്നുകൂടി സെറ്റാക്കാം. ഒരു 2 ബ്ലോക്കും കൂടി കുഴിച്ചാൽ സ്കെൽട്ടന്മാർക്കൊന്നും ഇങ്ങോട്ട് റീച്ച് ആവില്ല എന്ന് വിചാരിച്ച ഇങ്ങനെ ചുറ്റിച്ച് ബ്ലോക്ക് വെക്കാം. ഇവിടെ ഒരെണ്ണം. ഓക്കെ, അവന്മാർക്ക് നമ്മളെന്തായാലും കാണൂല എന്ന് വിശ്വസിക്കുക. എന്താണിത്, ബ്ലോക്ക് അയിമക്ക് എയിം ആവണില്ല. എയിം ആവാത്തൊരു ചെറിയ പ്രശ്നമുള്ളൂ, അത് മൗസ് ഉണ്ടെങ്കിൽ ഫുൾ ക്ലിയർ. പിന്നെ നമ്മൾ PC-യിലൊന്നല്ല കളിക്കണത്. കമൻറ്റ് കണ്ടായിരുന്നു ബ്രോ, PC-യിലാണ് കളിക്കണത്. അല്ലടാ, ഇത് നമ്മളെ കീബോർഡും വെച്ചിട്ട് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അറിയാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾ. ബ്ലോക്ക് കഴിഞ്ഞു. നമ്മൾ കൊടുന്ന ബ്ലോക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ പൊട്ടിച്ചെന്തായാലും പോണം. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു കില്ലിങ് ചേമ്പർ ഇത് ഇവിടെ വരും. ഒരു കാര്യം ചെയ്യാതെ എക്സ് അടിച്ചിട്ട് ഓക്കെ. ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളെ സ്വിച്ച് നിൽക്കിയ എന്തോ പാടിയതെന്ന്. പക്ഷെ ഇത്ര ലോങ് ഒന്നും ആയ സ്പോൺ ആകുമെന്നും അറിയില്ല. എന്തായാലും ഇവിടെ ഒരു ബ്ലോക്കൊക്കെ അതുമ്മയാണ് മോബ് വന്ന് കുത്തിരിക്കാൻ പോണത്. പിന്നെ ഓക്കെ, ഇത് ഫുള്ള് സെറ്റാക്കി. നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തത് ഇവിടെ ഇതുമ്മ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റോറം ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കി എടുക്കണം. ഇത് നമ്മൾ കൊഞ്ഞാടക്കാനാണ്. ബോട്ടം സ്ലാബ് അങ്ങനെ മോബ് സ്പോൺ ആകുമെന്ന് അറിയില്ല. ഇനി ഇതുമ്മ ഞാൻ അങ്ങനെ ടോപ്പ് സ്ലാബാണ് വെച്ചത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ വെച്ചും പോന്നു. ഇനിയിപ്പോൾ പൊട്ടിച്ചു വാരൽ കുറച്ച് പണിയാണ്. ഇതൊക്കെ ഇനി 2ാം പണിയാവും. അത് പിന്നെ നമുക്ക് നേരാക്കാം. കണ്ടിട്ട് ഒരു 8 കാലിയുടെ സൗണ്ട്. 8 കാലിയുടെ. ഇനി ഇവിടെ ഒരു ബ്ലോക്ക്, ഇതിൻ്റെ ചുറ്റോറം നമുക്കൊരു ബ്ലോക്ക് വെക്കാം. ഓക്കെ, ഇത്രയും വെച്ചു. ഞാൻ വിയർത്ത് ഒലിച്ചു. കൊല്ലല്ലടാ മോനൂസേ. ഇതുമേ എയിമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായേനെ. ഇനി എന്തായാലും ആ സ്പോണർ എടുത്ത് കൊടുന്ന് വെച്ചാൽ സ്പോൺ ആവേണ്ടതാണ്. എന്തായാലും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. കംപ്ലീറ്റ് ആ റൂം അടച്ചു പൂട്ടിയാലോ. ലാസ്റ്റ് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ നൈറ്റാണ്. ഈ നൈറ്റാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഈ കടക്ക നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. കഴിച്ചിലായി. ഞാനാണ് ഈ ചുട്ട് ചാകണ. ഇവിടെ ഫാനും കൂടി ഇല്ല. പിന്നെ ക്രീപ്പർ ഉണ്ട്. ക്രീപ്പർ ഒരു കാര്യം ചെയ്ത പൊട്ടിത്തെറിച്ചു. എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു. അടിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അതെന്താ നമ്മൾ ലാവിയും വെള്ളമൊക്കെ വെച്ചപ്പോൾ അവിടെ കുറച്ച് കട്ടായി എന്ന് തോന്നുന്നുണ്ട്. അതും പോയി റെഡിയാക്കി എടുക്കണം. എന്തായാലും നമുക്ക് ബ്ലോക്ക് വെച്ച് റെഡിയാക്കാം. എന്തായാലും ഞാൻ നൈറ്റ് പണിയെടുക്കില്ല വിചാരിച്ചിട്ടാണ് പോന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്കെൽട്ടൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. ക്രീപ്പർ. എൻ്റെ മോനെ, എൻ്റെ എല്ലാ തേങ്ങയും പോയി.
ചാവടാ. ഓഹോ എടാ എൻ്റെ എല്ലാവരും അതൊന്ന് സ്ലോ മോഷനായി, ഗെയിം ഗ്ലിച്ചായി. ഗെയിമിനെന്തോ ഗ്ലിച്ച് സംഭവിച്ചു. എൻ്റെ ഐറ്റംസ് കിടക്കണ കടക്കൽ കണ്ടോ? താഴെ പോയോന്നാവോ, എന്തൊക്കെ പോയി നാവഞ്ഞ്. ചെസ്റ്റ്, എനിക്കൊരു ചെസ്റ്റ് വേണഞ്ഞ്. എൻ്റെ ഐറ്റംസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ചെസ്റ്റൊക്കെ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചെസ്റ്റിന് ഇതാക്കാൻ വേണ്ടി ഞാൻ കൈ യൂസ് ചെയ്യേണ്ടി വരും, അല്ലാതെ നടക്കൂല. ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് കൈ കൊണ്ട് ഓരോ ക്ലിക്ക് കൊടുത്താൽ മതി, അല്ലാതെ ഇച്ചിരി രണ്ടാം പടിയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മൗസ് ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. ഓ നെങ്ങണില്ലല്ലോ ഇത്, വല്ലാത്തൊരു പണി തന്നെ കിട്ടി. ഞാൻ ഫാം ഒന്ന് ഉണ്ടാക്കണം വിചാരിച്ചു, പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ ഭാഗ്യമല്ല. ഇന്ന് നമുക്ക് പണി മാത്രമേ കിട്ടണുള്ളൂ. ടോർച്ച് വെച്ചാൽ മതി ഇവിടെ, വെറുതെ രണ്ടാം പണിയായി നമുക്ക്. തൽക്കാലത്തിന് ഫുള്ള് സാധനം വെക്കാം. ഓ എന്തൊക്കെ താഴെ പോയിന്നാവോ. എൻ്റെ ബെഡാണ് ലാഗ് അടിക്കണേ. എനിക്ക് പണി കിട്ടും ഞാൻ വിചാരിച്ചതല്ല. കാര്യം പറഞ്ഞാൽ അന്ന് വീഡിയോ ഇടുന്ന നല്ല സന്തോഷത്തിലായിരുന്നു, പക്ഷെ ഇങ്ങനെ പണി കിട്ടും ഒരിക്കലും വിചാരിച്ചില്ല മക്കളെ. എൻ്റെ സ്പോണർ എന്തായിന്നാവഞ്ഞി. എടാ നീങ്ങട, ഞാൻ മൗസ് പിടിച്ച് നീക്കിയിട്ട് ലാഗായിട്ട് നീങ്ങണില്ല. ഇനി എൻ്റെ മൗസ് കണക്ട് ചെയ്യല്ല, മൗസ് അല്ല കീബോർഡ് കണക്ട് ചെയ്യട്ടെ. വല്ലാത്തൊരിടങ്ങേറ്. എന്നാലും നമുക്ക് വേഗം പോകാം. നമ്മൾ എന്തൊക്കെ ഐറ്റംസ് പോയി, മോൺസ്റ്റർ സ്പോണറൊക്കെ പൊട്ടിപ്പോയെന്നാവും. എൻ്റെ സ്പോണർ ഇപ്പോൾ എവിടെയാണ്? അത് പോയിക്കണിന്ന വീഡിയോ. ഓക്കെ, ആ സാധനം പോയിട്ടില്ല ഭാഗ്യത്തിന്. എന്തായാലും നേരെ ബിൽഡ് ചെയ്ത് വെക്കാം. ഇനി രാത്രി ആകുമ്പത്തിന് വരാം. ഇവിടുന്ന് പൊട്ടിച്ചളയാം. ഓ എന്ത് നല്ല സന്തോഷമായിരുന്നു. ഹാപ്പി 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 എന്ന് പറഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നു. ഓണർ ഇവിടെ
ഇതിൻ്റെ ഒരു 2 ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു 1 ഹൈറ്റും. ഒരു ബക്കറ്റ് വെള്ളം ഡിലീറ്റ് ആയി. ഇന്ന് ഞാൻ ആരെയാണോ കണിക്കേണ്ടത്. ഇനി ഞാൻ താഴെ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. ബാഡ് ലക്കാണല്ലോ. നമുക്കെന്തായാലും ഇനി ഇത് റൂഫ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്ലോക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നല്ലത്. ബ്ലോക്ക് തികയോ ആയിരിക്കും. ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ പണിയുള്ളൂ. ഇത് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. ഇതിൻ്റെ മേലെ എന്തായാലും നമുക്കൊരു ടോർച്ച് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടിന്ന് സാഡായിന്ന് ചോദിച്ചാൽ സാധനങ്ങൾ പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ഗെയിം ഇതാണ് അവസ്ഥ. നമ്മളെന്ത് വിചാരിക്കണോ അതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഈ മേലെ എല്ലാ വർക്കും കഴിഞ്ഞു. നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ മേലെ നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യണം. അത് ലാസ്റ്റ് ചെയ്യാം. എന്തായാലും സാധനം വർക്കാവുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നല്ല ഇർട്ട്. ഒരു ബക്കറ്റ് വെള്ളം കൂടി എടുത്താൽ സെറ്റ്. എന്തെടുക്കാം. ഓക്കെ, നമ്മളെ ഫാം അപ്പം ഏറെക്കുറെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം കൂടി അവിടെ കൊണ്ടുപോയി ഒഴിച്ചാൽ മതി. പിന്നെ സാധനം വെക്കാം. നമ്മുടെ അതിനകത്തൊക്കെ മുട്ട വെച്ച് ആക്റ്റീവ് ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇറിട്ടാണ്. നമുക്കൊരു ബ്ലോക്ക് ഇവിടുന്ന് മാറ്റത് കാര്യത്തിന്. ഇതപ്പോൾ പൊട്ടിച്ചളയാം. ഇതും പൊട്ടിച്ചളയണം. ഇത് ആവശ്യമില്ല. ഇനി എടുത്ത് വാട്ടർ. ഇതാവശ്യമില്ല തോന്നുന്നുണ്ട്. ഇവിടെ മറ്റേ വെച്ച ബ്ലോക്ക് അത് പൊട്ടിച്ച് കളയാം. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും. നമ്മളെ ഫാമാണ് ഫ്ലോപ്പായെന്ന് വേണമെങ്കിൽ പറയാം. ആ മുട്ട കൊണ്ടുപോയി ഞാനവിടെ വലത്തി.
സ്വിച്ച് മാറിങ്ങാണ്ട് ആ മുട്ടനെ ഞാൻ എടാ എന്ത് നല്ല എപ്പിസോഡായിരുന്നത്. എന്ത് പറയാനാ ഇനി അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുൾ പോയില്ലേ. വീഡിയോ നല്ല പ്രൊഡക്റ്റീവ്. ഇതാണ് നമ്മുടെ ഐറ്റംസ്. നമുക്ക് ഇനി അടുത്തത് മറ്റേ മോബ് ഫാം ഉണ്ടാക്കാം. ഏത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സ്പോണാണ്. അല്ലാതെ നമുക്ക് ഈ സ്പോണർ വെച്ചുള്ള പരിപാടി ഇനി നടക്കും തോന്നില്ല. ഇവിടെ കടക്കയില്ല. കടക്ക ഇനി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ കടക്ക ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ വൂളുണ്ട്. വൂള് എന്ത് നല്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്. ഞാൻ കാണിച്ചത് വേറൊരു മുട്ടയും കൂടി ഉണ്ട്. ഇതാണ്. പക്ഷെ ഈ മുട്ട ഗാർഡിയനാണ്. നമുക്ക് ആ മൈനിങ് എഫക്റ്റ് കിട്ടും. ഇവനെ വെച്ച് നമുക്ക് ഫാം സെറ്റാക്കാം. പക്ഷേ നമുക്ക് പിന്നെ ഒന്നും പൊട്ടിക്കാൻ പറ്റൂല എന്നുള്ളൂ. മൂഞ്ചിപ്പോയി ഗൈസ്, മൂഞ്ചിപ്പോയി. എന്തായാലും ഒരു കാര്യം ചെയ്യും, വീഡിയോ നമുക്ക് നിർത്താൻ. ഞാൻ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോക്കട്ടെ. അടുത്ത് നമുക്ക് ഈ വില്ലേജർമാർ വെച്ച് അതുപോലെ കൃഷി ഫാമോ എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ സെറ്റാക്കാൻ പറ്റുമോ? എന്തായാലും ഒരബദ്ധത്തിൽ നമ്മുടെ കൈ തട്ടി കിട്ടിയ മുട്ട പോയി. ഇനി തിരിച്ചു കിട്ടൂല, പറഞ്ഞിട്ട് കാര്യമല്ല. കടക്കുണ്ടാക്കി കടന്നുറങ്ങിയിട്ട് വീഡിയോ നിർത്താം. ഐ ആം എ സാഡ് ഗൈസ്, സാഡ്. മോൺസ്റ്ററോ? എവിടെ മോൺസ്റ്റർ? ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ. നമുക്ക് അടുത്തത് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നല്ലൊരു ഫാം സെറ്റാക്കാം. ഇന്നത്തെ വീഡിയോ ഫ്ലോപ്പായി പോയി. ഞാൻ എന്തോ ഉണ്ടാക്കണം കരുതിയോ, അതൊന്നും നടന്നില്ല. ഇനി ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് പൊട്ടിച്ച് ആദ്യമൊക്കെ ഒന്ന് ആക്കിയിട്ട് റീസ്റ്റാർട്ടാകും ഈ ബയോമാൾ ഫുള്ള് തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഈ സ്കെൽട്ടർ ഇത് കിട്ടുക എഗ്ഗ്. അതുവരെ ഒന്ന് കാത്തുക്കാൻ വയ്യ. എന്തായാലും ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ. അടുത്ത നമുക്ക് എന്തായാലും നല്ലൊരു ഫാമായിട്ട് വരാം മക്കളെ. ടാറ്റ.